ഏകദിനത്തിൽ പാകിസ്ഥാനെതിരെ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ആരുടെ പേരിലാണെന്ന് അറിയാവോ? ഏകദിന ചരിത്രത്തിൽ ആറോ അതിൽ താഴെയോ റൺസ് ഒന്നിലധികം തവണ ലാസ്റ്റ് ഓവറിൽ ഡിഫെൻഡ് ചെയ്ത ഏക ബൗളർ അതാരാണെന്നറിയാവോ? കപിൽ ദേവ്, രവിശാസ്ത്രി, ജഡേജ, യുവരാജ് സിംഗ്, ഇർഫാൻ പത്താൻ, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിങ്ങനെ നീണ്ടു പോകും. പല പേരുകൾ കടന്നു വരികയും ചെയ്യും. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഓൾറൗണ്ടർമാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുകളിലേക്ക് എത്തും. ബാറ്റിംഗ് റെക്കോർഡുകൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ബൗളിംഗ് റെക്കോർഡുകളുമായി സാക്ഷാൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറും പലരും മനഃപൂർവ്വം മറന്നു കളയുന്ന ഒരു പേര് ദാദാ സൗരവ് ഗാംഗുലി. രണ്ടാക്കും ഏകദിനത്തിൽ 10,000-ന് മുകളിൽ റൺസും ഉണ്ട്, 100-ന് മുകളിൽ വിക്കറ്റും ഉണ്ട്. സച്ചിൻ 1826 റൺസും 184 വിക്കറ്റും, ദാദയ്ക്ക് 11,363 റൺസും 100 വിക്കറ്റുകളും. ഇവരുടെ രണ്ടുപേരുടെയും ബൗളിംഗ് മികവുകൾ ആർക്കും അറിയില്ലെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഒരു ഓൾറൗണ്ടർമാർ എന്ന നിലയിൽ ഇവരുടെ പേര് വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പാകിസ്ഥാനെതിരെ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റിലെ ബൗളിംഗ് പ്രകടനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സൗരവ് ഗാംഗുലിയുടെ പേരിലാണ്. 16 റൺസിന് 5 വിക്കറ്റുകൾ. അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 2 തവണയോളം 6 റൺസോ അതിൽ താഴെയോ റൺസ് ലാസ്റ്റ് ഓവറിൽ ഡിഫെൻഡ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ബൗളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരൊറ്റ പേരാണ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ. ഏകദിന ചരിത്രത്തിൽ ഷെയ്ൻ വോണേക്കാൾ 5 വിക്കറ്റ് നേട്ടങ്ങൾ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലുണ്ട്. എന്ന് പറഞ്ഞ് ഷെയ്ൻ വോണേക്കാൾ ഏറ്റവും മികച്ച ബൗളറാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവർ അണ്ടർ റേറ്റഡ് ആണ്. ഓൾറൗണ്ടർമാർ എന്ന നിലയിൽ അണ്ടർ റേറ്റഡ് ആണ്. എത്രക്ക് കണക്കുകൾ പറഞ്ഞാലും, എത്രക്ക് വിക്കറ്റുകൾ നേടിയാലും, എത്രക്ക് റെക്കോർഡുകൾ നേടിയാലും സച്ചിൻ ടെണ്ടുൽക്കർ എന്നും സൗരവ് ഗാംഗുലി എന്നും പറയുമ്പോൾ ബാറ്റുമായിട്ട് വരുന്ന ആ ഒരു വരവാണ് നമ്മളുടെ മനസ്സിലുണ്ടാകുന്നത്. ആ കവർ ഡ്രൈവും സ്ട്രെയിറ്റ് ഡ്രൈവും ദാദയുടെ ആ ഒരു ഇറങ്ങി വരുന്നുള്ള ഒരു കിടിലൻ സിക്സ് ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും സച്ചിൻ ടെണ്ടുൽക്കർ എന്നും സൗരവ് ഗാംഗുലി എന്നും കേൾക്കുമ്പോൾ, ദാദ എന്നും മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നും കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ആ ഒരു കാര്യം അതെന്തായിരിക്കും? കമന്റ് ബോക്സിൽ പറയണേ.